നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട കുറച്ചധികം പ്രശ്നങ്ങൾ നടക്കുന്നൊരു ദിവസമാണ്. അതെ, പി സി ജോർജിൻ്റെ ഇന്ന് അദ്ദേഹം കോടതി കീഴടങ്ങാനെത്തിയത്. അതുപോലെ വന്യമൃഗങ്ങളുടെ ആനയുടെ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. അത് വലിയൊരു സംഭവം തന്നെയാണ്. കാര്യം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വന്യമൃഗങ്ങളുടെ ആനയുടെ ആക്രമണത്തിലൊക്കെ. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, ഒന്ന് നമുക്ക് ഈ മനുഷ്യന്മാരുടെ ഭാഗത്തു നിന്നും ചിന്തിക്കണം, മൃഗങ്ങളുടെ ഭാഗത്തു നിന്നും ചിന്തിക്കണം എന്നുള്ളതാണ്. അവർക്കും ഈ കാട്ടിലായാലും നാട്ടിലായാലും എവിടെയുള്ള മനുഷ്യനും മൃഗങ്ങൾക്കും ജീവിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ അടിസ്ഥാനപരമായി ഉദ്യോഗസ്ഥർ കുറേ അധികം കാര്യങ്ങളിൽ വീഴ്ച പറ്റിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഞാൻ മനസ്സിലാകുന്നത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് ചൂട് കൂടുന്ന സമയങ്ങളിൽ ഇത്തരത്തിലുള്ള ആനകൾ ഇറങ്ങുന്നതോ അല്ലെങ്കിൽ ഇപ്പോൾ പുലി പിടിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുന്നതോ? ഒന്ന്, കാടിനുള്ളിലെ വെള്ളം കുറഞ്ഞതും ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. മാത്രമല്ല ഇപ്പോഴും ആളുകളുടെ സെറ്റിൽമെൻറ്റുകൾ, ഇപ്പം നമ്മളിപ്പം കഴിഞ്ഞ വർഷമൊക്കെ അരിക്കൊമ്പൻ്റെ വിഷയം വളരെ രൂക്ഷമായി ചർച്ച ചെയ്യുന്ന ഒരു സമയത്ത് പോലും ആനത്താരിയിലാണ് സർക്കാർ ഭൂമി കൊടുത്തിരുന്നത് കുടിൽ കെട്ടാനായിട്ട്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് അങ്ങനെ പ്രശ്നമുണ്ട്, അങ്ങനെ പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അപ്പം സർക്കാർ ഇവിടെ ഭൂമി കൊടുക്കുന്നു, പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ ട്രൈബൽ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. കാരണം അവർ കാടുമായി ബന്ധപ്പെട്ടും അടുത്തും അവർക്ക് പട്ടയഭൂമി കിട്ടുന്നു. ഏറ്റവും അധികം ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ ആക്രമണങ്ങൾ കൊല്ലപ്പെടുന്നത് ഈ ഇത്തരത്തിലുള്ള ഈ ഒരു വിഭാഗങ്ങളിൽപ്പെട്ട പാവപ്പെട്ട ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട സഹോദരങ്ങളാണ്. അവർ എത്രയോ പേരാണ് മരിക്കുന്നത്. ഇവരുടെ ജീവനൊന്നും ഒരു വിലയില്ലേ എന്നാണ് നമ്മൾ ചിന്തിക്കാറ്. ഇന്ന് അവിടെ ചെന്ന പിന്നെ ജനപ്രതികളെ പോലെ അവർ തടഞ്ഞു വെച്ചു. അവിടെ എം പി ജയരാജൻ, കെ സുധാകരനൊക്കെ അവർ തടഞ്ഞു വെച്ചു. കാരണം ജനങ്ങൾ പ്രതിഷേധം നടക്കുകയാണ്, മൃതദേഹം തടഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവരെന്ത് ചെയ്യും? ഇവരെ സംബന്ധിച്ച് ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇതുപോലെ ഉന്നതതല യോഗങ്ങളൊക്കെ സ്ഥിരമായി വിളിക്കാറുണ്ട്. ചേട്ടാ, ഇതിനകത്ത് എന്തെങ്കിലും കുറവുണ്ടോ? കഴിഞ്ഞ വർഷം ഉന്നതതല യോഗം എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. എല്ലാ വിഷയങ്ങൾക്കും ഉന്നതതല യോഗം വിളിച്ചു ചേർക്കും. എന്നിട്ട് എന്തെങ്കിലും തരത്തിലൊരു തീരുമാനമായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ആകാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഈ മരണപ്പെട്ട ആളുകളുടെ കുടുംബത്തിന് 5-10 ലക്ഷം രൂപ കൊടുത്ത് താൽക്കാലികമായ പ്രശ്നങ്ങൾ അവരെന്ത് ചെയ്യും? ചർച്ച ചെയ്യുന്നത് അവസാനിപ്പിക്കുകയാണ് സാധാരണഗതിയിൽ. നമ്മൾ രാവിലെ വൈകുന്നേരത്ത് തിരുവനന്തപുരത്ത് വഴുതക്കാട്ടുള്ള ഫോറസ്റ്റ് ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ മുന്നിൽ നിൽക്കുകയാണെങ്കിൽ ഈ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൻ്റെ കൊടി വെച്ച എത്രയോ ഇന്നോവ ക്രിസ്റ്റകൾ തലങ്ങും വിലങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ്. എത്രയോ ഉദ്യോഗസ്ഥന്മാരാണ് അവരൊറ്റ ഓഫീസിൽ മാത്രം ജോലി വെക്കുന്നത്. ഇവരൊക്കെ എന്താണ് ചെയ്യുന്നതെന്നാണ് സ്വാഭാവികം നമ്മൾ ആദ്യം അന്വേഷിക്കുന്നത്. നമ്മൾ ഒന്ന് ഇവരുടെ ആഹാരവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പലപ്പോഴും പുറത്തേക്ക് ആളുകൾ വരുന്നത്. എന്തുകൊണ്ടായിരിക്കും? അവരുടെ ഹാബിറ്റാറ്റ് വിട്ടൊരു പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഭക്ഷണം തേടി വരുന്നതായിരിക്കണം. അല്ലാതെ ഇവർക്ക് രാഷ്ട്രീയ താല്പര്യങ്ങളോ നാട്ടിൽ വന്ന് കുറച്ചു പേർക്കെതിരെ ഫാസിസം നടപ്പിലാക്കണം എന്നൊന്നുമില്ലല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം ഭക്ഷ്യലഭ്യത കുറയുന്നതാണ്. അതിലേറ്റവും പ്രധാനം വെള്ളം തന്നെയാണ്. അപ്പോൾ ഈ വെള്ളം എന്ന് പറയുമ്പോൾ ഈ എപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ചേട്ടാ എന്തെങ്കിലും ഇപ്പോൾ വണ്ടി ഇടിക്കുന്നു, അപ്പോൾ ടൂറിസ്റ്റ് ബസ് അടിക്കുക, എന്നാൽ പിന്നെ നാളെ മുതൽ ടൂറിസ്റ്റ് ബസ് രാത്രി ഓടിക്കാൻ നിരോധിക്കുക, അല്ലെങ്കിൽ വെള്ള പെയിന്റ് അടിക്കുക, ഇങ്ങനത്തെ ചെറിയ പരിപാടികളൊക്കെ നടത്തിക്കൊണ്ട് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ട് അല്ലെങ്കിൽ നിരോധിക്കുക എന്നുള്ളതാണ്. വന്യജീവികളെ നിരോധിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നിരോധിക്കാത്തത്, അല്ലെങ്കിൽ തീർച്ചയായും അവരെ നിരോധിച്ചനെ. അപ്പോൾ ചെയ്യേണ്ടുന്നത് മഴയും വെള്ളവും ഒക്കെ ഉള്ള സമയത്ത് കാട്ടിനുള്ളിൽ ഇതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഭക്ഷ്യലഭ്യത ഉറപ്പാക്കാൻ കാട്ടിനുള്ളിൽ തന്നെ ഇപ്പോൾ എന്താ പറയുക, കാട് ഇല്ലാതാവുന്ന അവസ്ഥകളുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയുള്ള കാര്യങ്ങളാണ് ശാസ്ത്രീയമായി ഇത്തരം വിഷയങ്ങളെ ഇത്രയും ഉദ്യോഗസ്ഥന്മാരെ ഇത്രയും നമുക്ക് എന്താണ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, നമുക്ക് ഒരുപാട് സ്ഥാപനങ്ങൾ, ഇവർക്ക് എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഒരു എത്തും കിട്ടുന്നില്ല. കാരണം ഈ ഒരുപക്ഷെ ഇപ്രാവശ്യം ഇത്രയധികം മനുഷ്യർ കൊല്ലപ്പെടുന്ന വെച്ചാൽ അതൊരു നിസ്സാരപ്പെട്ട സംഗതി. ഇതിനകത്തൊരു പ്രധാന കാര്യം, ഈ കാട്ടാന കൊല്ലുന്നത് മാത്രമാണ് ഇതിനായിട്ടുള്ള പ്രശ്നം. നാട്ടാനയാളെ കൊല്ലുന്നതിന് അത് വലിയ പ്രശ്നമൊന്നുമില്ല. അത് ഉത്സവത്തിന് എഴുന്നള്ളിച്ച് ആനയെ കൊണ്ടുവന്ന് ആനേനെ ഇടങ്ങേറാക്കി ആന പൊറുതി മുട്ടി ചവിട്ടി കൂട്ടുന്നതിന് ഒരു വലിയ പ്രശ്നമൊന്നുമില്ല. അവർ തൊട്ടടുത്ത ഉത്സവത്തിനും അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസത്തെ ഉത്സവത്തിനും അവരെന്ത് ചെയ്യും? 10 ആനയ്ക്ക് പകരം 15 ആനയെ കൊണ്ടുവന്ന് ഹുങ്ക് കാണിക്കാൻ വേണ്ടി കൊണ്ടുവരും. അപ്പൊ കാട്ടാന കുത്തുമ്പോൾ മാത്രം വിഷമവും നാട്ടാന കുത്തുമ്പോഴും മരിക്കുന്നത്, അതെ, നാട്ടാന ചവിട്ടി കൊല്ലുമ്പോഴും മരിക്കുന്നത് മനുഷ്യന്മാർ തന്നെയാണ്. ശാശ്വതമായി ഇത്തരം വിഷയങ്ങളിൽ ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തി എന്താണ് ചെയ്യേണ്ടത്, എല്ലാത്തിനും താൽക്കാലിക മുട്ടിശാന്തി ഒരു സാധനം മരണപ്പെടുന്ന ആളുകൾക്ക് ചർച്ചയില്ല. കേരളത്തിലെ ഏറ്റവും വലിയ വിഷയമാണ്. നമ്മൾ ഒരുപാട് ബുദ്ധിജീവികളും പറയായിരുന്നു. നമ്മൾ ഇന്നലെ സുഹൃത്തുക്കൾ ഞങ്ങളിങ്ങനെ നോക്കുമ്പോൾ ഈ അടങ്കൽ തുക എഴുതി വെക്കലുള്ളൂ പാലത്തിന്റെ അവിടെ, അല്ലെങ്കിൽ MLA എന്ന് വെച്ചാൽ നമുക്കിത് പബ്ലിക്കിൽ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രഥമ ദൃഷ്ടിയാൽ ഈ പറഞ്ഞിരിക്കുന്ന കെട്ടിടത്തിനോ പാലത്തിനോ ഇത്ര രൂപയുണ്ടോ എന്ന് പ്രഥമ ദൃഷ്ടിയാൽ നമുക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത് നമുക്കിത് ചെന്ന് പഞ്ചായത്തിൽ ഓഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിലും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടി ഇടപെടാൻ പറ്റുന്ന രീതിയിലാണ് സിസ്റ്റം. ഇതെന്തുകൊണ്ട് നിങ്ങൾ ഫണ്ട് പാസ്സാക്കിയല്ലോ, ആ ഫണ്ട് നിങ്ങൾ എന്ത് ചെയ്തു,
വന്യജീവി ആക്രമണത്തിനൊക്കെ വലിയ രീതിയിലുള്ള ഫണ്ടുകൾ ഒഴുകുന്നുണ്ട്. സർക്കാരിന്റെ ഫണ്ട് എല്ലാത്തിലും ഉണ്ടല്ലോ. എവിടെ പോയും അതൊക്കെ എന്താണ് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? പണ്ട് കഴിഞ്ഞതിന് മുന്നിലത്തെ വർഷം ഇതുപോലെ അതിഭീകരമായിരുന്നു. ആനശല്യവും മൃഗശല്യവും വന്ന സമയത്ത് കാട്ടിനുള്ളിൽ കുഴികൾ കുത്തി മഴവെള്ള സംഭരണി പോലെയൊക്കെയുള്ള പദ്ധതികൾ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ കാര്യങ്ങൾ എന്തായി? ഫോളോ അപ്പ് ഉണ്ടായോ? ഫോളോ അപ്പ് ഇല്ല. അങ്ങനെ ചിന്തിക്കുക വേണ്ട മനസ്സിലാ. നമ്മുടെ നാട്ടിൽ ഒരു സംഭവത്തിന് ഈ ഔദ്യോഗിക തലത്തിൽ ഫോളോ അപ്പ് ഉണ്ടാവില്ല. ഫോളോ അപ്പ് ഇല്ല. ഇനി അങ്ങനെ ഒരു ദിവസം ഫോളോ അപ്പിന് ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ അവരെ കസേര കാണില്ല, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഇതൊന്നും അറിയില്ല. നമ്മളെ മന്ത്രി എന്താണ് ചെയ്യുന്നത് അദ്ദേഹത്തിന് തന്നെ അറിയില്ല. അതിന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഇതല്ല. ഇതൊരു വലിയ നമ്മളെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വലിയൊരു വിഷയം തന്നെ നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളത്. മാത്രമല്ല വയനാട്ടിലെ പ്രശ്നങ്ങളെ കൂടി പറഞ്ഞ സ്ഥിതിക്ക് വയനാട്ടിലെ ദുരന്തബാധിതരെല്ലാം സമരത്തിന് ഇറങ്ങിയിരിക്കുകയാണത്. അപ്പോൾ അവർ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥ തലത്തിൽ മന്ത്രിതലത്തിലൊക്കെ ഒന്നും ചെയ്യുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ഇതൊക്കെ. കാര്യം ചേട്ടാ, ഒരു 3-4 മാസം കൂടെ കഴിഞ്ഞാൽ വയനാട് ദുരന്തം കഴിഞ്ഞിട്ട് 1 വർഷമാവും. ഇതുവരെ അവർക്ക് കയറി കിടക്കാൻ ഒരു വീട് പോലും കൊടുക്കാനും ഒരു സ്കൂള് പുനർനിർമ്മിക്കാനും പോലും കഴിഞ്ഞിട്ടില്ല. എന്നിട്ടും കേന്ദ്ര സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്തി ഈ സംസ്ഥാന തലത്തിൽ കിട്ടിയ ഫണ്ട് എന്ത് ചെയ്യേ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ ഇത്ര നാട്ട് അലോക്കേറ്റ് ചെയ്തോ എന്നൊക്കെ ചോദിക്കുക എന്നതല്ല അപ്പുറമായിട്ട് ഇതൊന്നും നടപ്പിൽ വരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ കടക്കാം. മനുജ പറയുന്നത് വളരെ വിചിത്രമായൊരു വാർത്തയാണ് നമ്മളൊന്ന് ഒന്ന്, ഞാൻ എപ്പോഴും CPM അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ കാണുന്ന ഒരവസ്ഥയുണ്ട്. സത്യത്തിൽ സങ്കടം തോന്നുന്ന കാര്യം, എല്ലാ 10 വർഷം കൂടുമ്പോഴും പാർട്ടി കോൺഗ്രസ് കൂടി അവർ തന്നെ ചെയ്തു വെച്ച മണ്ടത്തിനും തിരുത്തുന്ന ഒരു പ്രത്യേക സംഘടനയാണ് CPM കാരെന്ന് പറയുന്നത്. അവർ 10 വർഷം മുന്നേ കമ്പ്യൂട്ടറിനെ എതിർക്കുക, 10 വർഷം കഴിഞ്ഞ് വരുന്ന പാർട്ടി കമ്മിറ്റി കൂടുമ്പോൾ ഞങ്ങൾ സത്യത്തിൽ അന്ന് എതിർത്തതിന് കുറച്ച് മാറ്റങ്ങൾ വന്ന് എന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ടവനും സാധാരണക്കാരനും മനസ്സിലാകാത്ത രീതിയിൽ അതിനെ സൈദ്ധാന്തിക ഭാഷയിൽ പറഞ്ഞത് അതുകൊണ്ട് വ്യക്തമായില്ല. കുട്ടനാട്ടിൽ മറ്റേ വയലിൽ പോയ യന്ത്രം കൊണ്ടുവന്നപ്പോൾ അതിനെ ഓടിച്ചു. അപ്പോ ഇപ്പം കണ്ടെത്തിയിരിക്കുന്ന ഒരു പ്രത്യേക കാര്യം, അതായത് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നതും ഇവരുടെ പ്രധാനപ്പെട്ട ഏത് ലോക്കൽ നേതാവ് മുതൽ ഇവരുടെ പാർട്ടി അന്തർദേശീയ തലത്തിലുള്ള ആളുകൾ വരെ പറഞ്ഞ സാധനമാണ് നരേന്ദ്രമോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാരാണെന്നുള്ളത്. ഈ ഫാസിസ്റ്റ് സർക്കാർ അല്ല എന്ന് ഇവർ തന്നെ ഇപ്പോൾ പറയുന്നു. പ്രത്യേകിച്ച് AK ബാലനെ പോലെയുള്ള ആളുകൾ ചിന്താ പബ്ലിക്കേഷൻസിലെ അവരുടെ നൈരേഖയിലുള്ള കാര്യമാണ്. ഫാസിസ്റ്റ് ആണെന്ന് പറയുന്നില്ല, കാരണം പിണറായി വിജയനെതിരെയും പ്രതിപക്ഷ അംഗങ്ങൾ ഫാസിസ്റ്റുകളാണെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് അത്ര നിസ്സാരമായ ഒരു കാര്യമാണ്. പക്ഷേ ഫാസിസ്റ്റുകളാണ്. അതിന്റെ കൂടെ ഞങ്ങൾ ഒരു വാക്കൂടെ ചേർത്ത് പുതിയ അത് ചേട്ടാ വളരെ ഫ്രഷാണ്. അതാണ് എല്ലാത്തിന്റെയും കൂടെ നവം എന്ന് ചേർത്ത് നവ ഫാസിസ്റ്റമാണുള്ളത്. അപ്പൊ ഈ നവം എന്നതിന് അവർ കൊടുത്ത നവ ഫാസിസം എന്ന് പറയുമ്പോൾ ഇവർ കൊടുക്കുന്നൊരു കാര്യമുണ്ട്. ഒന്ന്, നവം എന്ന് പറഞ്ഞാൽ പുതിയത്. അല്ല എങ്കിൽ എന്താണ്, പഴയ ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രജ്ഞ പുതിയ സമകാലികമായ അതിന്റെ രൂപത്തെ അവതരിപ്പിക്കാം എന്നൊക്കെ. ഇത് ഫാസിസം എന്ന് പ്രസംഗിക്കുന്ന ആളുകൾക്ക് പോലെ ഫാസിസം എന്താണെന്ന് അറിഞ്ഞുകൂടാതാണ്. എന്താ നിങ്ങൾ അത് മനസ്സിലായി. അപ്പൊ ഫാസിസ്റ്റുകളല്ല എന്ന് പുതിയ സർട്ടിഫിക്കറ്റ് എന്തായാലും CPM-കാര് മോദി സർക്കാരിന് കൊടുത്തിരിക്കുന്നു. ശ്രീജിത്ത് പണിക്കർ അദ്ദേഹത്തിന്റെ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് എന്തായാലും ആശാൻ ക്ഷമിച്ചിരിക്കുന്നു പറഞ്ഞതുപോലെ അടിച്ചാലും ക്ഷമിച്ചിരിക്കുന്നു പറഞ്ഞുള്ള അവസ്ഥയിലാണ് എന്നൊരവസ്ഥയിലേക്ക് ഈ പാർട്ടിയെ സംബന്ധിച്ച്. ഇതാ ഞാൻ പറഞ്ഞു, ഒന്ന് ഇവര് കാലാനുസൃതമായി പരിഷ്കരിക്കുകയല്ല. സത്യത്തിൽ കാലാനുസൃതം എന്നുള്ളതായിട്ട് നമ്മൾ ഇത്ര നാളും പുതിയൊരു അപ്ഡേഷൻ വരുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഇവരങ്ങനല്ല. ഇവരൊരു കാര്യം വരുന്നു, എതിർക്കുന്നു. ഈ കാലിൽ മന്തുള്ള ഒരാൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ തോളിൽ വലിയ വെയിറ്റ് ഉള്ളവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. സത്യത്തിൽ കേരളം ഒരു 10-20 വർഷം പുറകിലായി പോയത്. സത്യത്തിൽ ഇതുപോലുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഇത്തരത്തിലുള്ള വരുന്ന മാറ്റങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ, ഇപ്പോൾ അന്ന് നമ്മൾ ട്രാക്ടർ ഇറക്കി ഇവിടെ സമരം വിളിച്ചില്ലായിരുന്നെങ്കിൽ 5 ദിവസം മുന്നേ ഇവിടെ ട്രാക്ടർ ഇറക്കി തെങ്ങിന്റെ തല വെട്ടി. അപ്പൊ ഇങ്ങനത്തെ സംവിധാനങ്ങളുണ്ട്. അപ്പൊ എന്തായാലും ഇവരുടെ ഇപ്പൊ ഇതിനകത്ത് പറഞ്ഞൊരു കാര്യം, ഞാനത് മുഴുവൻ വായിച്ചു കേട്ടോ അജയൻ ചേട്ടാ. അതിനകത്ത് അതിനകത്ത് ഉണ്ടായിരുന്ന ഒരു രസകരമായ കാര്യം, ഫാസിസ്റ്റുകൾ നവഫാസിസ്റ്റുകൾ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ തെരഞ്ഞെടുപ്പിനെ ഉപേക്ഷിക്കുന്നില്ല. പകരമായി അവർ തെരഞ്ഞെടുപ്പിനെ പുതിയ തലത്തിൽ അധികാരത്തിൽ കയറാനുള്ളൊരു ഉപകരണമായി ഉപയോഗിക്കുന്നു. എനിക്ക് മനസ്സിലാവാത്ത മിസ്റ്റർ ബാലൻ AK ബാലൻ അവர்களോടാണ് പറയാനുള്ളത്,
ഫാസിസത്തിൽ എവിടെയാണ് സാർ തെരഞ്ഞെടുപ്പ്? എനിക്ക് വോട്ട് ചെയ്യാനുള്ള അധികാരം ഫാസിസ്റ്റ് സർക്കാർ തരുന്നില്ല. മുസോളിനി, ഹിറ്റ്ലർ ഒന്നും തെരഞ്ഞെടുപ്പൊന്നും നടത്തിയിട്ടില്ല അവിടെ. അവർ തോന്നിയവാസ ഭരണമായിരുന്നു. അവിടെ ആര് പറഞ്ഞാലും അവരെ കടിച്ചമർത്തിയും കൊല്ലുകയും ചെയ്യുന്ന രീതിയായിരുന്നു. പിന്നെ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് നമുക്കൊരു ഫാസിസ്റ്റ് ഭരണം ഇവിടെ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ അടുത്ത് നമുക്ക് ഫാസിസം എന്നത് മനസ്സിലാക്കിയാണ് 75 മുതൽ 77 വരെ ഇന്ത്യയിൽ 21 മാസത്തോളം നീണ്ടുനിന്ന അടിയന്തരാവസ്ഥ. അടിയന്തരാവസ്ഥ. അവിടെ ശ്രദ്ധിക്കണം, ഫാസിസം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു അതാണ് ഏകാധിപതിയുടെ കീഴിൽ അയാളുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രങ്ങൾ നടപ്പിലാക്കാൻ ഒരു സമൂഹത്തെ ആകമാനം ഏതെങ്കിലും തരത്തിൽ, അത് മിലിറ്റന്റ് ഗ്രൂപ്പിന്റെയോ ആയുധ ബലത്തോടു കൂടി കീഴടക്കുക എന്നുള്ളതാണ് ഒന്ന്. അവിടെ നിങ്ങൾക്ക് അവകാശങ്ങൾ ചോദ്യം ചെയ്യാനൊന്നും പറ്റില്ല. അത് ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ അവകാശങ്ങൾ വയലേറ്റ് ചെയ്യപ്പെട്ടില്ല, അതിനെ ചോദ്യം ചെയ്യാനുള്ള നീതിന്യായ വ്യവസ്ഥയോ അതെ. അപ്പം ഇങ്ങനെയുള്ള അവസ്ഥകളൊന്നും ഇല്ലാത്തൊരു പ്രത്യേക അവസ്ഥയെ, അതായത് മനുഷ്യൻ എന്നുള്ള പരിഗണന പോലും നിങ്ങൾക്ക് കിട്ടില്ല ഒരു ഫാസിസ്റ്റ് വ്യവസ്ഥിതിയിൽ. അപ്പം അങ്ങനെ വരുന്നൊരു വ്യവസ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആയിരുന്നോ ഇന്ത്യയിലുണ്ട്. ഇപ്പം നരേന്ദ്രമോദി സർക്കാർ ഇവിടെ 3ാം ടൈമാണ് ഭരിക്കുന്നത്. അപ്പോൾ ഒരു ഫാസിസ്റ്റ് സർക്കാരിനെ ഒരിക്കലും ഫാസിസ്റ്റ് സർക്കാർ എന്ത് ചെയ്യും? അവര് ഒന്ന് അടിച്ചമർത്തി അല്ലെ അട്ടിമറിയിലൂടെ കയറുകയോ മിലിറ്ററിനെ ഉപയോഗിക്കുകയോ ചെയ്യുകയാണ് വേണ്ടത്. അതിനെക്കുറിച്ച് ഇടയ്ക്ക് നമ്മുടെ എൻ്റെ സുഹൃത്ത് മുതിർന്ന മാധ്യമപ്രവർത്തകനായ ജോർജ് വിളിക്കുന്ന ഒരു തമാശ, വളരെ പ്രമുഖനായ ഒരു കേരള കോൺഗ്രസ് നേതാവിനെ അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തെ അവിടെ ജയിലിൽ കൊണ്ടുപോയപ്പം അവിടെ EMS ഒക്കെ ഉണ്ട്, എല്ലാ രാഷ്ട്രീയ വലിയ നേതാക്കളുണ്ട്. അപ്പോൾ ഈ നേതാവ് ആകെ പരിഭ്രാന്തിയിലാണ്. കാരണം ജയിലിൽ ഒന്നും. അപ്പോൾ EMS ചോദിച്ചു, എന്താ താങ്കൾക്ക് ഭയമുണ്ടോ എന്ന് ചോദിച്ചു. ഭയമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ EMS പറഞ്ഞു, പണ്ട് വിമോചന സമരം നടത്തിയപ്പോൾ ഞങ്ങൾ നിങ്ങളെ അറസ്റ്റ് ചെയ്തിട്ടില്ലേ? അന്ന് അറസ്റ്റ് ചെയ്തു, പക്ഷെ അത് ഇതുപോലെ അല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അത് EMS പറഞ്ഞു, അതാണ് ഞങ്ങളുടെ ഗുണമെന്ന് അന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഇങ്ങനത്തെയൊക്കെ വളരെ രസകരമായ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ട്. അല്ല, ഇതാണ് അപ്പോ ഇവരെന്തായാലും അപ്പൊ ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിനെ അവർ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഒരു കാര്യം മാത്രമല്ല. കോർപ്പറേറ്റുകൾ, ഇവർക്ക് അടുത്ത ഏറ്റവും വലിയ ദേഷ്യമുള്ള ആളുകളാണ് കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കും. 2 ദിവസം മുമ്പ് കൊച്ചിയിൽ കൊണ്ടുവന്നതേ ഉള്ളൂ. എനിക്കിത് മനസ്സിലാവാത്തത് എന്താണ് നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾക്കൊരു പ്രശ്നമില്ലാത്തതാണോ നിങ്ങളുടെ പ്രശ്നം എന്നാണ് പ്രശ്നം കണ്ടുപിടിക്കും. പ്രശ്നം കണ്ടുപിടിച്ചിട്ട് കുറെ പ്രശ്നം വെച്ചുള്ള ഫൈറ്റ് നടത്തും. പിന്നെ പറയും അത് ഞങ്ങൾ തിരിച്ചിരിക്കുന്നു. നിഴൽയുദ്ധമാണ് ചേട്ടൻ. അതായത് അവിടെ പ്രത്യക്ഷത്തിൽ പ്രതിപക്ഷമായി ഇവർക്ക് ആദ്യമേ ഇല്ല എന്നുള്ളതാണ്. അപ്പം മാത്രമല്ല, ഇതിനകത്ത് CPM മാത്രമാണ് ഇതിനെ അനുകൂലിച്ചിട്ടുള്ളൂ. CPI ബിനോയ് വിശ്വം അടക്കമുള്ള ആളുകൾ അതാണ്. ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു, ഇത് അവിടെ ഫാസിസം ഉണ്ട്, BJP ഫാസിസ്റ്റാണ്, ഞങ്ങൾ ഫാസിസ്റ്റെ എതിർക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ആ കൂട്ടത്തിലുണ്ടാകുന്ന മാധ്യമപ്രവർത്തകരെ ഒരു ചോദ്യം ബിനോയ് വിശ്വത്തിന് ചോദിച്ചില്ല. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഇവിടെ ഏകാധിപത്യ ഭരണം നടത്തിയപ്പോഴേ നിങ്ങൾ അവർക്കൊപ്പമായിരുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന അച്യുതാനന്ദനല്ലേ, ദേശീയ തലത്തിൽ ഇവർ ഒരുമിച്ചായിരുന്നു കോൺഗ്രസിനൊപ്പം. അടിയന്തരാവസ്ഥയെക്കുറിച്ച് ചോദിക്കുമ്പോൾ മാത്രമാണ് CPI നേതാക്കന്മാർക്ക് ഇപ്പോഴും ചെറിയൊരു ചമ്മലും ഒരു ബുദ്ധിമുട്ടുള്ളത്. എനിക്ക് മനസ്സിലായില്ല, മാധ്യമപ്രവർത്തകർ ചോദിക്കാമായിരുന്നു. അന്ന് ഈ ഇന്ത്യയിൽ നമ്മൾ ഫാസിസം നേരിട്ട് കണ്ട അടിയന്തരാവസ്ഥ കാലത്താണ്. അന്ന് നിങ്ങളുടെ പാർട്ടി ഇതിനെ പിന്തുണച്ചവരല്ലേ എന്ന് ആരും ചോദിച്ചില്ല. അതെനിക്ക് അത്ഭുതമായി തോന്നി. ഇന്ദിരാഗാന്ധിയെ പോലെ സത്യത്തിൽ ഇന്ദിരാഗാന്ധി വളരെ മിടുക്കിയായിട്ടുള്ള, വളരെ ദീർഘവീക്ഷണമുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത ആണെങ്കിൽ പോലും ഇന്ദിരാഗാന്ധിയുടെ എന്തരയും ഒരു ഡിക്റ്റേറ്റർ, ഒരു സ്വേച്ഛാധിപതി എതിരാകുമെന്ന് പറഞ്ഞ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാന്ന് പറഞ്ഞാൽ അത് ഇന്ത്യൻ ഭരണഘടനയെ ഇന്ത്യയെ തന്നെ അട്ടിമറിക്കുന്ന ഒരു കാര്യമായിരുന്നു. എന്തായാലും നമ്മൾ റിട്രീവ് 21 മാസം കേരളത്തിൽ എഡിറ്റോറിയൽ കോളങ്ങളില്ലാതെ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുക അങ്ങനെ ചെയ്തിരുന്നു. അന്ന് പ്രശസ്തമായ ഒരു വാക്കുകളുണ്ട് LK അദ്വാനിയുടെ. അദ്ദേഹം പറഞ്ഞു, ഇന്ദിര ആസ്ക്ഡ് ദ ഇന്ത്യൻ പ്രസ് ടു ബെൻഡ് ആൻഡ് ദേ ക്രോൾഡ്. കുനിയാൻ പറഞ്ഞു ഇന്ത്യൻ മാധ്യമരംഗത്തോട്. അവർ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എത്രയോ പ്രമുഖ മാധ്യമം, ഇപ്പൊ കേരളത്തിൽ നോക്കുക, മാതൃഭൂമിയുടെ അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ ആയിരുന്ന P. രാജൻ, അദ്ദേഹം വളരെ പ്രമുഖനായ മാധ്യമപ്രവർത്തനം. അദ്ദേഹത്തിന് ഇവിടെ ജയിലിട്ടിരുന്നു. ഇവർക്ക് സംശയം തോന്നുകയാണെങ്കിൽ തെളിവൊന്നും വേണ്ട. കൊച്ചുകുട്ടികളാണ്. പിന്നെ ഇറങ്ങിയ പുസ്തകങ്ങൾ വല്ലതും വായിച്ചിട്ടുണ്ട് അന്നത്തെ കാലത്ത് നടന്ന പരാക്രമങ്ങളൊക്കെ. അപ്പോൾ ഈ കോടതി വിധി പ്രശ്നമാകും എന്ന് കണ്ടപ്പോൾ ഇന്ദിരാഗാന്ധി ആകെ പാനിക്കായി. അവർ ചുറ്റും ഇന്ദിരാഗാന്ധിയേക്കാൾ ഒരുപക്ഷെ അവരുടെ മകൻ സഞ്ജയ് ഗാന്ധിയും ചുറ്റും നിന്ന ഒരു ഉപജാപ സംഘം ഉണ്ടല്ലോ, അവർ ആ പാനിക്കായി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ആർക്കും ഒരു പിടിയില്ല ഇത് നേരിടാൻ. അപ്പോൾ അവർ ചെയ്തത് നേരെ അവർ ചെയ്തത് അന്ന് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന സിദ്ധാർത്ഥ് ശങ്കറെ. അദ്ദേഹം വളരെ പ്രഗത്ഭനായ അഭിഭാഷകനാണ്, വിദേശത്ത് അദ്ദേഹം പഠിച്ച ആളൊക്കെയാണ്. രാത്രി തന്നെ അദ്ദേഹത്തിന് സ്പെഷ്യൽ വിമാനം അയച്ച് അദ്ദേഹത്തെ വരുത്തിച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിക്കണമല്ലോ. സിദ്ധാർത്ഥ് ശങ്കറെ പറഞ്ഞു കൊടുത്ത് ഇതിന് വളരെ ഒറ്റ എളുപ്പ വഴിയുള്ളൂ, ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ പ്രശ്നം തീർന്നു. ഇതെന്ന് വരെ എന്നുള്ളത് ഇല്ല, പ്രഖ്യാപിച്ചാൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. പിന്നെന്ത് പറ്റിയ രാജ്യത്തെ അസംബ്ലികളെയും പാർലമെന്റിന്റെ എല്ലാത്തിൻ്റെ കാലാവധി നീട്ടി. ഒരിക്കലും നെഹ്റുവിനെ പോലെയുള്ള ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള ഒരു തികഞ്ഞ ജനാധിപത്യവാദിയുടെ മകളായ ഇന്ദിരാഗാന്ധി ഇത് ചെയ്തു എന്നുള്ളത്
നമുക്കത് ഇന്ത്യ ചരിത്രത്തിൽ എന്നൊരു കറുത്തയാളാണ് ഇന്നൊരവസ്ഥ. എത്രയോ മനുഷ്യർ ജയിലിൽ കിടന്ന് നരകിച്ച് കേരളത്തിൽ എത്ര പേര് മരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ മരിച്ചവരെണ്ണം നമുക്ക് അറിഞ്ഞാലും കൂടെ ആയിരിക്കും. കേരളത്തിലെ രാജൻ്റെയും ഒരു വർക്കല വിജയൻ്റെ ഒക്കെ മരണം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ തീരെ കൊച്ചുപിള്ളേരാണ്, നമ്മളത് അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. അന്ന് നമ്മളെ മുതിർന്നവരൊക്കെ അത് അനുഭവിച്ചിരുന്നിരിക്കാം ദുർഫലങ്ങളൊക്കെ. ഇല്ലാത്തൊരു പ്രധാന കാര്യം ചേട്ടാ, ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പുള്ള ഒരു സംവിധാനത്തിന് ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ ഇവർ പറയുന്നത് ഹിന്ദുത്വ ഇവരുടെ പ്രത്യയശാസ്ത്രവും അത് നടപ്പിലാക്കാൻ RSS ഉണ്ട്, RSSന്റെ രാഷ്ട്രീയ വിഭാഗമാണ് BJP എന്നുള്ളതാണ്. ഇത് BJPക്കാർ പോലും എതിർക്കാത്തൊരു കാര്യമാണ്. BJP ഹിന്ദുത്വയും RSSും തന്നെയാണ് അവരുടെ അടിസ്ഥാനവും എന്താ പറയുക അടിത്തറയും ഒക്കെ. അതുകൊണ്ട് അവരതിനെ എതിർക്കുന്നൊന്നുമില്ല. അവരെപ്പോഴും ഇന്ത്യനെ ഒരു ഹിന്ദു രാഷ്ട്രം എന്ന രീതിയിൽ തന്നെയാണ് അവർ അഡ്രസ്സ് ചെയ്യുന്നത്. അവരതിനകത്തൊന്നും എതിർക്കുകയോ ഒരു തരത്തിലും അതിനെ എന്താ പറയുക അൺഅപ്പോളജിക്കലി അവർ ഹിന്ദുത്വനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ അവരത് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഈ നാട്ടിൽ വോട്ടുമേടിക്കുന്നത്. നിങ്ങൾ ഇവിടെ ഫാഷിസ്റ്റ് സർക്കാരാണെന്ന് പറയുമ്പോൾ അത് സത്യത്തിൽ ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനത്തിലൂടെ കയറാൻ ജനങ്ങൾ വോട്ട് ജയിപ്പിച്ച ഒരു സർക്കാർ വരുമ്പോൾ അവരെങ്ങനെ നമ്മൾ ഫാസിസ്റ്റുകളെന്ന് വിളിക്കാൻ പറയാൻ പറ്റില്ല. അവരെ ഫാസിസം കാണിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിന് അവർ താഴെ ഇറക്കാനുള്ള സംവിധാനം ജനങ്ങളുടെ കയ്യിലുണ്ട്. അവർക്ക് ചെയ്യാന്നുള്ള നിരാന്തിക്ക് സംഭവിച്ചതാണ്. 77 തെരഞ്ഞെടുപ്പിൽ തോറ്റു തുന്നം പാടി അവരെ പാർട്ടി. ജനങ്ങൾക്കറിയാം ഇത് കാണിച്ചത് തെറ്റായിരുന്നു എന്ന്. അതിന്റെ പ്രതികരണം ലഭിക്കുകയും ചെയ്തു. ഇപ്പൊ മോദി സർക്കാർ ഇപ്പൊ 3ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ആദ്യത്തെ 2 തെരഞ്ഞെടുപ്പിലെ വിജയങ്ങളെ പോലെ അത്ര വിജയമാവാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നത് അവരെന്ത് ചെയ്യും? ഇപ്പൊ പലയിടങ്ങളിലും തോൽക്കും, ചിലയിടങ്ങളിൽ ജയിക്കും. ഇപ്പൊ അവർക്ക് സൗത്തിലേക്കൊന്നും കാല് കുത്താൻ പോലും പറ്റാത്ത സ്ഥിതിയുണ്ട്. അപ്പം ഇവര് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഏതെങ്കിലും ഒരു നാട്ടിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് മാത്രം ഒരു സർക്കാർ രൂപീകരിക്കാനുള്ള അവസ്ഥ ഉണ്ടായാൽ അത് ഫാസിസമാന്ന് പറഞ്ഞത്. അപ്പം കേരളത്തിലെ അവസ്ഥ എന്താണെന്നാണ് ഞാൻ ഇവർ കാണിക്കുന്നത് ത്രിപുരയിലെ കാര്യമാണ്. ത്രിപുരയിൽ പിന്നെ BJP ഒറ്റയ്ക്ക് ഭരിക്കുന്നു എന്നാണ്. ത്രിപുര പണ്ട് ഭരിച്ചിരുന്ന ആരാണ്? CPM ആണ്. കേരളം, ത്രിപുര, ബംഗാളിന്റെ അവസ്ഥ നമുക്കറിയാം. കേരളത്തിന്റെ അവസ്ഥ ഇനി അറിയാൻ പോകുന്നതേ ഉള്ളൂ. അത് പിന്നെ UDF കോൺഗ്രസ് ഇത്തരത്തിൽ നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അക്കാര്യത്തിന് പിണറായി പേടിക്കേണ്ടതില്ല. എന്തായാലും ശശി തരൂർ എല്ലാവരും കൂട്ടത്തോടുകൂടി ഇറങ്ങിയിട്ടുള്ള സ്ഥിതിക്ക് അവർ കുറച്ചുകൂടെ എളുപ്പമാവാനാണ് സാധ്യത. കേരളത്തിൽ പേടിക്കേണ്ടത് അതാണ്. ഇപ്പൊ ത്രിപുരയെ മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞു. ത്രിപുരയിലൊക്കെ CPM വോട്ട് കിട്ടാത്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം ഇതെന്താണ് കേട്ടത്? ഉൾപാർട്ടി ജനാധിപത്യം ഉണ്ടെന്ന് പറഞ്ഞാലും ഇവർ ഈ സ്വയം വിമർശനത്തിന് തയ്യാറാവാത്ത എന്താണ്? സ്വയം വിമർശനം പാർട്ടി വേദികളിലാകാന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അവിടെ സ്വയം ആരും വിമർശിക്കാറില്ല. മറ്റേ ശങ്കരാടി മറ്റേ സന്ദേശം പറയുമല്ലോ, പാർട്ടി അറിയാലോ അച്ചടക്കം ലംഘിച്ചുള്ള കാര്യം, അച്ചടക്കം ആരും ഒന്നും പറയില്ല. അതെ, അതായത് ഇതുവരെ അടിസ്ഥാനപരമായി ഇവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവാത്തത് എന്തുകൊണ്ടാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ സാധാരണ മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ കാര്യങ്ങൾ സംസാരിക്കാത്തതെന്നാണ്. ഇപ്പോൾ ഇവർക്ക് പറയാമല്ലോ, BJP സർക്കാർ പലയിടങ്ങളിൽ അവർ അധികാരത്തിലേറിയിട്ടുണ്ട്, പക്ഷേ അവരുടെ ചില നയങ്ങളും തീരുമാനങ്ങളും ഒക്കെ ബുദ്ധിമുട്ടാണ്, അതിനെ രാഷ്ട്രീയപരമായി എതിർക്കണമെന്ന് പറയുന്നതിന് പകരം ഫാസിസം എന്താണ്, നവഫാസിസ്റ്റ് ബൂർഷ്വാവൽക്കരണം എന്താണ്, പ്രതിക്രിയാവാദികളും പറയുന്നില്ലേ, ഞങ്ങൾ പറയുമ്പോൾ അങ്ങനെ പലതും പറയുമെന്നാണ്. അങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ നമ്മൾ ചടങ്ങിൽ ഒരു മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഇവിടെ എല്ലാം ഫാസിസ്റ്റുകളാണെന്ന് പറയും. യഥാർത്ഥത്തിൽ അങ്ങനെ അല്ലെന്ന് പറയുന്നത് ഇവർ പറഞ്ഞതിനെ മാറ്റി പറഞ്ഞതെന്നല്ല മനസ്സിലാക്കേണ്ടത്. കേരളത്തിൽ ഈ ഏറ്റവും കൂടുതൽ പോപ്പുലറായ വാക്കുകളിലൊന്നാണ് ഫാസിസം. പ്രത്യേകിച്ച് 2014 മോദി സർക്കാർ അധികാരത്തിൽ കയറിയതിനു ശേഷം ഇവർ ഏറ്റവും അധികം പ്രസംഗങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ, ലോക്കൽ നേതാക്കന്മാരോടൊപ്പം ഇപ്പോൾ കാൽപ്രചാരണ ജാഥയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. CPMന്റെ പാർട്ടി സമ്മേളനത്തോടനുബന്ധിച്ച് പലയിടങ്ങളിലും പരിപാടികൾ നടക്കുന്ന സമയമാണ്. ഏത് ലോക്കൽ നേതാവിൻ്റെ അടുത്ത് അവർ മൈക്ക് കെട്ടി പ്രസംഗിച്ചാൽ പോലും അവർ പറയുന്നത് ഫാസിസ്റ്റ് സർക്കാർ എന്നാണ്. ഇവരുടെ അടുത്ത് എനിക്ക് എപ്പോഴും ഞാൻ ചോദിക്കണമെന്നുണ്ട്, നിങ്ങൾക്ക് അറിയാമോ ഈ ഫാസിസം എന്താണ്? നിങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ ജർമ്മനിയുടെ ചരിത്രം വായിച്ചിട്ടുണ്ടോ? മുസോളിനി എങ്ങനെയാണ് ടെർമിനോളജി വന്നിട്ടുണ്ടെന്നാണ്. അർത്ഥ ഫാസിസം കണ്ടെന്നൊരു വാക്കും കൂടെ ഉണ്ട്. അതെന്താണെന്ന് മനസ്സിലാവുന്നത്. അതായത് ഇവർക്ക്, അതായത് ഇവർ എന്തെങ്കിലും ഫാസിസത്തെ കുറിച്ച് നിങ്ങൾക്ക് ധാരണയുണ്ടോ? ഇല്ല. ഒരു ഫാഷൻ പോലെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പേരാണ് ഫാസിസം എന്ന് ഇവർ പറയുന്നത്. പക്ഷെ ഇവർ തന്നെ ഇതിനെ എതിർക്കുന്നു. എനിക്ക് തോന്നുന്നത് അത് എന്ത് രാഷ്ട്രീയ തരത്തിലുള്ള പക്വതയാണ് ഇവർ കാണിക്കുന്നത്. കാര്യം ഒന്ന്, ഇവർ പറഞ്ഞപ്പോൾ ഇത്രയും നാളുള്ള പ്രസ്താവനകൾ ഇവർ തന്നെ തിരുത്തണം. അത് മുഖ്യമന്ത്രിയുടെ ആയിക്കോട്ടെ, ഇവരുടെ പാർട്ടി രേഖകളിലായിക്കോട്ടെ. അപ്പൊ ഇവരൊക്കെ നയരേഖകളിലും അവിടെ ഇവിടെയും ഒക്കെ ഇറക്കിയത് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിലും മന്ത്രിമാരുടെ പ്രസ്താവനകളിലും പ്രസംഗങ്ങളിലും ഉണ്ടായിരുന്ന ഫാസിസ്റ്റ് എന്ന പ്രയോഗം ഇപ്പൊ ഇവർ തിരുത്തും എന്നാണോ? ഇപ്പം സ്വകാര്യ സർവകലാശാലക്കെതിരെ സമരം ചെയ്ത് TP ശ്രീനിവാസന്റെ തല്ലിയ ആളുകൾ തന്നെയാണ് ഇപ്പൊ സ്വകാര്യ സർവകലാശാല കൊണ്ടുവരാൻ പോകുന്നത്. ഇത് അന്നേ കൊണ്ടുവന്നിരുന്നെങ്കിൽ കേരളത്തിൽ എത്രയോ ഗുണകരമായിരുന്നു. പക്ഷെ പുഷ്പനെ അറിയാവുന്നൊരു പാട്ട് എഴുതാൻ പറ്റില്ലായിരുന്നു എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. ഇവർക്ക് രക്തസാക്ഷികളെയാണ് ആവശ്യം. ഇനി രാജേന്ദ്രൻ എന്നോട് അനുകൂലിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ലോകത്തിലെ ഏറ്റവും വലിയ
ഫാസിസ്റ്റ് ഐഡിയോളജി എന്ന് പറയുന്നത് കമ്മ്യൂണിസം ആണെന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ്. ഞാൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പൂർണ്ണമായി വായിച്ച ഒരാളാണ്. അതിൽ പറയുന്നൊരു സാധനമുണ്ട്, നമുക്ക് മുതലാളി തൊഴിലാളി വർഗ്ഗങ്ങൾ മാത്രമാണുള്ളത്. അപ്പം മുതലാളിക്കെതിരെ എന്ത് ചെയ്യണം, തൊഴിലാളികൾ ആദ്യം സംഘടിക്കണം, പ്രശ്നങ്ങൾ ഉണ്ടാകും, ലേബർ പാർട്ടികൾ പലയിടങ്ങളിലായി രൂപീകരിക്കണം, അതിനുശേഷം എന്ത് ചെയ്യണം, കൂടുതലായി ആളുകൾ ലേബർ പാർട്ടികൾ വരികയും ഇവിടെ തൊഴിലാളികൾ കൂടുതലായി ശക്തി പ്രാപിക്കുകയും മുതലാളികളുടെ വരുമാനം നിർത്തുകയും അതുകൊണ്ട് തൊഴിലാളി വർഗാധിപത്യം എന്ന് പറയും, വർഗത്തിന്റെ സർവാധിപത്യം വരുമെന്ന് പറയും. ഈ എവിടെയാണോ അത് ഏത് ആധിപത്യമായിക്കൊള്ളട്ടെ അവരുടെ ഒരു സർവമായ ആധിപത്യം വരുന്നിടങ്ങളിൽ അവിടെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഒന്നും ഉണ്ടാവില്ല. അത് നമ്മൾ സ്റ്റാലിനിലൂടെയും നമ്മളത് മാവോയിലൂടെയും ഒക്കെ കണ്ടിട്ടുള്ളതാണ്. എപ്പോഴും ഈ ഫാസിസം എന്ന് പറയുമ്പോൾ കേവലമായിട്ടുള്ള മുസോളിനിയുടെയും അല്ലെങ്കിൽ ഹിറ്റ്ലറിൻ്റെ ഫാസിസം മാത്രമല്ല, USSRൽ നടന്നിട്ടുണ്ടായിരുന്ന, ചൈനയിൽ മാവോയുടെ കീഴിൽ നടന്നിട്ടുണ്ടായിരുന്ന, ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ ഇവർ വലിയ കാര്യത്തിൽ പറഞ്ഞ ക്യൂബയുടെ മുൻപുണ്ടായിരുന്ന അവസ്ഥകളിലൊക്കെ ഉണ്ടായിരുന്നത് ഏകാധിപത്യ പ്രവണതകൾ. അവിടെ എങ്ങനെയാണ് ഇപ്പോൾ USSRൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ വലിയൊരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്, നമ്മൾ വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ 2000 ആണ്ടിൽ പിന്നെ റഷ്യയുടെ ഒരു വലിയ അന്തർവാഹിനി, ആണവ സംവിധാനങ്ങൾ അന്തർവാഹിനി മുങ്ങി. ഈ അന്തർവാഹിനി മുങ്ങിയ സമയത്ത് 118 നാവികർ അന്തർവാഹിനിയിലുണ്ടായിരുന്നു. അപ്പോൾ ഈ മുങ്ങിയതറിഞ്ഞ് പല രാജ്യങ്ങളും സഹായം ഞങ്ങൾ നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞു. പുടിൻ ഒന്നും മിണ്ടിയില്ല. എല്ലാവരും 5-6 ദിവസം കഴിഞ്ഞിട്ട് ഇന്ന് വരാൻ പറഞ്ഞു. എന്നപ്പോൾ എല്ലാവരും മരിച്ചു കഴിഞ്ഞിരുന്നു. അപ്പം അവരുടെ ഉദ്ദേശം ഞങ്ങളുടെ ആണവ രഹസ്യം ഒരിക്കലും ആരും മനസ്സിലാക്കരുത്. ചെർണോബിൽ ദുരന്തം സത്യത്തിൽ ലോകത്തോട് വിളിച്ചിവർ പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ നമ്മളെപ്പോഴും നെഹ്റുവിനെ കുറിച്ച് സംസാരിക്കാൻ പറയാറുണ്ട്. സോവിയറ്റ് റഷ്യയിലേക്ക് നോക്കിക്കൊണ്ട് ഇരുന്നിരിക്കുകയും അവിടുത്തെ 5 വർഷ പദ്ധതികളിൽ അഭിരമിക്കുകയും ചെയ്തിരുന്ന ഒരാളാണ്. പക്ഷെ അവിടുന്ന് വന്നിരുന്ന വാർത്തകൾ അത് ഫിൽട്ടർ ചെയ്താണ് വന്നുകൊണ്ടിരുന്നതെന്നൊക്കെ പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമുക്കറിയാവുന്ന ഒരു കാര്യം, ക്ഷാമങ്ങൾ നടക്കുകയും അതിഭീകരമായി ഇവരുടെ മണ്ടൻ തത്വങ്ങൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്തതോടുകൂടി എനിക്ക് മനസ്സിലാവുന്നത് ഇപ്പം ക്യാമ്പുകൾ പോലെ ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ആളുകളെ എതിർ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നവരെയൊക്കെ കൊന്നുതള്ളുകയും. ഞാൻ എൻ്റെ പഠിക്കുന്ന സമയത്ത്, അന്ന് USSR ഉള്ള സമയത്താണ്, എൻ്റെ അച്ഛൻ്റെ ഒരു സുഹൃത്ത് CPI കാരൻ, അദ്ദേഹം റഷ്യയിൽ അവരെ കൊണ്ടുപോകുന്നല്ലോ, അങ്ങനെ അദ്ദേഹം പോയിരുന്നു. പക്ഷെ അദ്ദേഹം മടങ്ങിയത് നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം വന്നിട്ട് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, ഈ സംഗതി നമ്മൾ കണ്ട സ്ഥലങ്ങൾ ഗംഭീരം തന്നെയാണ്, പക്ഷെ ഒരു പരിധിക്കപ്പുറം കുറച്ചുകൂടെ പോകാമെന്ന് വെച്ചാൽ ഇല്ല. അവരവരുടെ സമൃദ്ധമായ സ്ഥലങ്ങൾ മാത്രം കൊണ്ട് നമ്മളെ സമൃദ്ധി കാണിക്കും. ഇത് ഭയങ്കര സംഭവമാണ്. പക്ഷെ ഇത് കഴിഞ്ഞാൽ പിന്നെ ഇല്ല. അരവിന്ദൻ്റെ ഒരിടത്തെ സിനിമ ഞാൻ പലപ്പോഴും ലൂസ് ടോക്ക് പറഞ്ഞിട്ടുള്ള ഒരിടത്തെ സിനിമയിൽ നമ്മുടെ കൃഷ്ണൻകുട്ടി നായർ ഒരു ടൈലറാണ്, നാട്ടിൻപുറത്ത് സഹാവാണ്, മുഴുത്ത സഹാവാണ്, ഒരു രക്ഷയില്ലാത്ത ആളാണ്. അദ്ദേഹം കടയിൽ സാധനം ഈ തുണി വയ്ക്കാൻ വരുന്ന ആളെടുത്ത് പറയും, സോവിയറ്റ് യൂണിയൻ ഒരു കുട്ടി ജനിച്ചാൽ അതിനാവശ്യമുള്ള വൈദ്യുതി അന്ന് തന്നെ എൻ്റെ വീട്ടിലെത്തിച്ചു കൊടുക്കും. ഇതാണ് ലൈൻ. അപ്പൊ പണ്ട് മുതലേ ആളുടെ അടുത്ത് ഇവർ ഈ ആൾ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു. ശരിക്കും ഫാസ്റ്റ് നടക്കുന്നത് അവിടെയാണ്. ഈ ഇത്തരം എന്തുകൊണ്ടാണ് മറ്റേ നോർത്ത് കൊറിയയിൽ ഇപ്പോഴും ഇന്റർനെറ്റിന് വിലക്ക് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. ആ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ കൊള്ളരുതായ്മകൾ പുറം ലോകം അറിയിക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഇവരെല്ലാം എന്ത് ചെയ്യുന്നത്. ഇപ്പൊ ചൈന ഒരു ഇരുമ്പ് മറയെന്നാണ് അറിയപ്പെടുന്നത്. ചൈനയിൽ ഈ പറഞ്ഞ ആർക്കാണ് സ്വാതന്ത്ര്യമുള്ളത്? പലയിടങ്ങളിലും ഇപ്പോൾ ഉയ്ഗൂർ പോലെയുള്ള മുസ്ലിം വിഭാഗങ്ങളെ അവരുടെ വംശത്തിനെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന സംവിധാനങ്ങളാണ് ചൈനയിൽ നടന്നിരിക്കുന്നത്. ഇതിനെതിരെ ചോദ്യം ചെയ്യാലോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അതാണ്. ഇപ്പോൾ പലയിടങ്ങളിൽ ഇപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ചെഗുവേര വലിയ ഫാനിസം ഉള്ള ഒരു ഏരിയയാണ് ചെഗുവേര. ഈ ആളെ കൊന്നവനും ഈ ആൾക്കാരെ പട്ടിണി കിട്ടവനും പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ കുറെ രക്തസാക്ഷികളെ ഉണ്ടാക്കിയവരുമൊക്കെയാണ് ഈ നാട്ടിലെ ഹീറോകളായി വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇവരെല്ലാ കാലഘട്ടങ്ങളിലും ഫാസിസം എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷമുണ്ടല്ലോ. ഇവർ അറിയേണ്ടുന്ന ഒരു കാര്യം, പുതിയ തലമുറയ്ക്ക് ഇതിനെക്കുറിച്ചെല്ലാം പഠിക്കാൻ നിസ്സാരണം. അവൻ്റെ വിരൽത്തുമ്പിലാണ്. അവനെ നെറ്റ് സെർച്ച് ചെയ്താൽ കിട്ടാന്നുള്ള ഈ കാര്യങ്ങളൊക്കെ. പണ്ട് നമ്മുടെ വെറുതെ പറഞ്ഞ് ഒരുപാട് കള്ളം പറഞ്ഞ് പ്രചരിപ്പിച്ച് ആളെ വിശ്വസിപ്പിച്ചതൊന്നും ഇനി അങ്ങോട്ട് നടക്കില്ല. പുതിയ തലമുറ ഇതിനെക്കുറിച്ചൊക്കെ അവർ നല്ല അറിവ് നേടും. ശരിക്കും പറഞ്ഞാൽ ഈ ഇത്തരം സൈദ്ധാന്തിക വഴി സംസാരിക്കുന്ന ആളുകളൊക്കെ തമാശക്കാരായിട്ട് കാണുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ വന്നത്. അല്ല, തീർച്ചയായിട്ടും വരും. എന്തുകൊണ്ടാണ് ആളുകൾ ഇപ്പോൾ പാർട്ടിയിൽ ഇപ്പോൾ അങ്ങനെ നോക്കി ചേട്ടാൽ ഈ കേരളത്തിലല്ലേ ഏറ്റവും കൂടുതൽ ഇപ്പോൾ എന്താ പറയുക പിൻവാതിൽ നിയമനം. ഇപ്പോൾ എന്താണ് ഒരു ആളെ ഇപ്പോൾ ബോഡി ബിൽഡറെ പിടിച്ച് പോലീസുകാരനാക്കാൻ
കായികക്ഷമതയിൽ പരാജയപ്പെട്ടു പോകുന്നു. അത് വേറെ സ്പോർട്സ് കോട്ടയിൽ ആള് കയറാൻ നിൽക്കാൻ അവരുടെ ലിസ്റ്റ് ഇങ്ങനെ ലോങ് ആയിട്ട് നിൽക്കുമ്പോഴാണ് ദേശീയ അന്താരാഷ്ട്ര വേദികളിൽ തെളിയിച്ച ആളായിരിക്കും അവിടെ ഉള്ളത്. അവരെ മാറ്റി നിർത്തും. അപ്പൊ അവരെ മാറ്റും. അപ്പം പിന്മാതൽ നിയമനം, സ്വജനപക്ഷപാതവും, ഈ പറഞ്ഞതുപോലെ ഫണ്ട് മാറ്റിയിരുത്തലും, PSC തോന്നിയാസമായിട്ടുള്ള ഒരുപാട് നിയമനങ്ങളും കാര്യങ്ങളും മാസപ്പടിയും അടക്കമുള്ള കാര്യങ്ങളെല്ലാം ഒരു പാർട്ടി അധികാരത്തിൽ കിട്ടിയൊരു തുടർച്ചയായി ഇത്രയും വർഷങ്ങൾ ഭരിക്കുമ്പോൾ ഈ നാട്ടിൽ സംഭവിച്ച എന്താന്ന് നമുക്കറിയാം. അപ്പൊ അതിനെ അപ്പം എന്ത് പറഞ്ഞ് വിളിക്കണം എന്ന് സ്വയം അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നാളെ നമുക്ക് നേരെ വെല്ലു ഉണ്ടാവല്ലോ. നിങ്ങളും ഫാസിസ്റ്റുകളല്ലെന്ന് ത്രിപുരയിൽ വോട്ട് ഒന്ന് നമുക്കൊന്ന് അല്പം ഉദാരമാക്കാം. അല്ല, അതുകൊണ്ട് ത്രിപുരയിൽ വോട്ട് കിട്ടിയില്ലെങ്കിൽ അത് കയ്യിലിരിപ്പിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക. ഇനിയിപ്പോൾ BJP അധികാരത്തിൽ കയറുന്നുണ്ടെങ്കിൽ BJP-നെ എതിർക്കാൻ നിങ്ങൾ ആളെ ഇറക്കി പ്രചരണം നടത്തിക്കോളൂ. നിങ്ങൾക്ക് അവിടെ അതിനുള്ള സംവിധാനങ്ങൾ BJP സ്ഥാനാർത്ഥികൾ ജയിച്ചത് തോക്കിക്കൊണ്ടിരുന്നല്ല, അവർ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഹരിയാനയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയതും രാജസ്ഥാനിൽ മുന്നേറ്റം ഉണ്ടാക്കുന്നതും അല്ല ഈവൻ കശ്മീരിൽ പോലും ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്നതും ഒക്കെ കൃത്യമായി അവരവരുടെ പൊളിറ്റിക്കൽ, ഞാൻ പറയില്ല അൺഅപ്പോളജിക്കൽ ഒരു ഹിന്ദുത്വം പറഞ്ഞിട്ടാണ്. ഈ നാടിനും നാട്ടുകാർക്കും അവരെ മതിയെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ BJP-കാരിയോ അല്ലെങ്കിൽ BJP-യുടെ ഹിന്ദുത്വത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളൊന്നും. പക്ഷേ ഈ നാട്ടിൽ നിങ്ങൾക്ക് ഇനി ഇൻ കേസ് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാം. ഇന്ത്യയിൽ കോടതിയൊന്നും ആരും സ്വാധീനിക്കുന്നില്ല. കേന്ദ്ര സർക്കാരിനും അല്ലെങ്കിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കെതിരെ എത്രയോ കോടതി വിധികൾ വന്നിട്ടുണ്ട്. നമ്മുടെ ജഡ്ജിമാർക്ക് അക്കാര്യത്തിൽ നമുക്ക് ആകപ്പാടെ ഈ രാജ്യത്ത് ആശ്വാസമുള്ള നമ്മുടെ കോടതികൾ മാത്രമാണ്. അങ്ങനെ കോടതിയെ സമീപിക്കാമല്ലോ. അത് പണ്ട് കോടതികൾ പോലും ഈ പറഞ്ഞ പോലെ ഇന്ദിരയുടെ കാലഘട്ടത്തിലും അവരുടെ കാലത്തിലും ഒക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കൊളീജിയം വരികയും അതിന്റെ ചരിത്രമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞത് CPM-കാർ ഇപ്പോൾ മെട്രോയെ എതിർക്കും, കുറച്ച് കഴിയുമ്പോൾ അവർ തന്നെ കൊണ്ടുവരും. വിഴിഞ്ഞത്തെ എതിർക്കും, കുറച്ച് കഴിയുമ്പോൾ അവർ എന്നെ കൊണ്ടുനാട്ടും. ഈ കമ്പ്യൂട്ടറിനെ എതിർക്കും, AI-നെ എതിർക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ ഇത് തന്നെ വരും. അതെ, അതാണ്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വായിൽ വരുന്നതൊക്കെ കോതയ്ക്ക് പാട്ട് പോലെ വിളിച്ചു പറയാതെ എപ്പോഴും ഉണ്ടല്ലോ ഒരു 10 വർഷം കഴിയുമ്പോൾ ഒരു 50 വർഷം കഴിയുമ്പോൾ ഇപ്പൊ എന്തുകൊണ്ടാണ് സൗദി അറേബ്യ പോലുള്ള രാഷ്ട്രങ്ങളൊക്കെ ഈവൻ അവർ കൺസർവേറ്റീവ് മൈൻഡ് സെറ്റ് അവരുടെ ഒരു ഭാഗത്തെടുത്ത് മാറ്റി വെച്ചിട്ട് 2030 എങ്ങനെയായിരിക്കണം സൗദി എന്ന് ചിന്തിച്ചുകൊണ്ടാണ് അവർ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ രീതിയിൽ എന്തുകൊണ്ട് അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോലെയുള്ള വലിയ പ്രധാനപ്പെട്ട പ്രമുഖരായ ജനങ്ങളുമായി ബന്ധമുള്ള നന്നായി കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന നേതാക്കന്മാരുടെ അഭാവം തന്നെയാണ് ഈ പാർട്ടി ഒരുപക്ഷെ നേരിടുന്നത്. കാരണം ഇത്തരത്തിലുള്ള ഈ അബദ്ധങ്ങളൊക്കെ വിളിച്ച് പറയും, ജനങ്ങളെ കളിയാക്കാൻ ചെയ്യൊക്കെ നോക്കുന്നത് ഇത് ഭയങ്കര അബദ്ധമാണ്. കമ്മ്യൂണിസ്റ്റ് പുസ്തകങ്ങൾക്കും ചേർന്നതല്ല. ഏതായാലും അവർ നിലപാട് മാറ്റി നല്ലതായി. ഇതിലങ്ങ് ഉറച്ചു നിന്നാൽ നല്ലതായിരിക്കും. കാരണം ജനങ്ങൾ ഇതിലെങ്കിലും ഒന്ന് ഉറച്ചു നിന്നാൽ നല്ലതായിരിക്കും. കാരണം ഇത് നേരത്തെ പറഞ്ഞ ഓരോ കാര്യം ഇങ്ങനെ മാറ്റി കൊടുക്കുന്നതിൻ്റെ ലിസ്റ്റിൽ ഒരു ലിസ്റ്റ് കൂടെ വന്നു, ഫാസിസ്റ്റും കൂടെ ആ കൂട്ടത്തിൽ വന്നു. ഏതായാലും ഇതൊക്കെ തന്നെ നമ്മുടെ നാട്ടിലെ പ്രബുദ്ധരായ പുതിയ തലമുറ പുതിയ തലമുറ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് മാത്രം നമ്മുടെ നേതാക്കന്മാർ ചിന്തിക്കുക. നമസ്കാരം.